ഹായ്, ഹലോ. എല്ലാവർക്കും സുഖല്ലേ? കുമ്മനൻജി, സുരേന്ദ്രൻജി, മറ്റുള്ള എല്ലാ ആജിയമാരോടും സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നിങ്ങൾ ഇത്രയും കാലം ഇപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, നിങ്ങളിപ്പോ ഈ ഗോമാതാവ് എന്ന് ഓർണുണ്ടപ്പോ കരുതി പശുവിന്റെ കൂടെ ആയിരിക്കും കരുതി. ഇപ്പൊ നിങ്ങള് പോത്തിനെയും കാളയും എരുമി എല്ലാരും ഇപ്പൊ നിങ്ങൾക്ക് മാതാവും പിതാവൊക്കെ ആയ എന്താണ് ഇയാളെ ഇങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാല്? നിങ്ങൾ പറഞ്ഞ മലപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞത് ഇപ്പൊ ഹലാലായ ബീഫ് തരാന്നല്ലേ? ഇത് എവിടുന്ന് അറക്കാതെ എവിടുന്ന നിങ്ങളിപ്പോ ഈ ബീഫ് തരാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങള് ഇത് ഈ ചൈനക്കാരുണ്ടാക്കണ മാതിരി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും എന്താ ഇയാൾ നിങ്ങൾക്ക് പൊന്നാര കുമ്മനമ്പായി? നിങ്ങളൊരു കാര്യം ചിന്തിക്കും. നമ്മൾ ഈ കേരളത്തിൽ മറ്റുള്ളവർ പിടിയും, നമ്മൾ കേരളത്തിലുള്ളവരെങ്കിലും നമ്മൾ സന്തോഷത്തോടെ കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ച് മരിച്ചൂടെ? കുറച്ചു കാലത്ത് ജീവിതമല്ലേ ഉള്ളൂ. ഞങ്ങള് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ഒരു പ്ലേറ്റിൽ നിന്ന് കൊണ്ട് ഒരു പായി കടന്ന് വളർന്ന് വലുതായ ആൾക്കാരാണ്. എന്തിനാ ഞങ്ങളെ തമ്മിൽ വെറുതെ തല്ലിച്ച് വിരിക്കാൻ? ഇതിൽ തിന്നണവരുണ്ട്, തിന്നാത്തവരുണ്ട്, ലയത്തിലുണ്ട്. ഈ 3 ഭാഗത്തിലുണ്ട്. തിന്നണവരുണ്ട്, തിന്നാത്തവരും ഉണ്ട്. തിന്നവർ തിന്നോട്ടെ, തിന്നാത്തവർ തിന്നണ്ട. ഞമ്മക്ക് അങ്ങോട്ടൊരു കാര്യം പറയാൻ എന്താ അറിയോ? ഇപ്പൊ ഈ ആട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആട് പറയുന്നത് ഞാൻ 4 കാലിലല്ലേ നടക്കണത്, ഞാൻ 4 കാലിയല്ലേ, ഞാൻ തരണത് പാലല്ലേ, എന്നെന്താ നിങ്ങൾ പരിഗണിക്കാത്തത്? എന്നാ പിന്നെ നിങ്ങൾ അതിനും കൂടി നിങ്ങളൊന്ന് ഒഴിവാക്കി കൊടുക്കി. ഇപ്പൊ എത്ര കോഴികളാണ് ഈ ആയിരക്കണക്കിന് കോഴികൾ ദിവസം കൊല്ലണ ഇവര്. അതൊന്നും നിർത്തിക്കൂടെ? എത്ര ഒരു മീൻ അതൊന്നും മീനിനെ ഇവര് തിന്നണില്ലേ? ഇതൊക്കെ ജീവനല്ല എന്റെ പൊന്നാരക്കുമ്മന. ഇത് നിങ്ങളൊന്ന് പോയി പറഞ്ഞു കൊടുക്കി. നമുക്ക് ഹിന്ദിയിൽ ഇങ്ങനെ പറഞ്ഞവർക്ക് മനസ്സിലാവില്ല, നമ്മളെ മോഡിജിക്ക് നമ്മൾ മനസ്സിലാവില്ല. അതുകൊണ്ടാ നിങ്ങളോട് വരാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് പോയിട്ടൊന്ന് അതുകൊണ്ടൊന്ന് പറഞ്ഞു കൊടുക്കി. പിന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? പിന്നെ നമ്മളെ അവിടെ ഡിവൈഎഫ്ഐക്കാർ ബീഫ് ഫെസ്റ്റ് നടത്തുന്നുണ്ട്. അവരത് തിന്ന് തീർക്കും ചെയ്യും. നിങ്ങളത് കണ്ടുകൊണ്ട് ഇനി പന്നി ഫെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കണ്ട. കാരണം നിങ്ങളെ കൊണ്ട് പറ്റൂല. നിങ്ങൾ നടത്തിയൊരു കാര്യമില്ല, തിന്നാൻ പറ്റണം. അത് നിങ്ങൾ തിന്നൂല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ബീഫ് ഫെസ്റ്റ് നടത്തി നിങ്ങൾ പന്നി ഫെസ്റ്റ് നടത്തിയ ആൾക്കാരാണ്. അന്ന് ഞാൻ കണ്ടതാണ് ഈ കുറെ ആണം ഛർദിക്കണ്, ഓക്കാനിക്കണ്, എന്തെല്ലാം കാണിക്കണ്. റബ്ബേ, അത് കണ്ടിട്ട് ഞമ്മക്ക് തന്നെ ചിരി വന്ന്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ നടത്തിയത്. തിന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ മാത്രം നടത്തിയാൽ മതി. എന്തിനാ വെറുതെ പറ്റാത്ത പണിക്ക് നിങ്ങൾ നിൽക്കുന്നത്? എന്തിനാ പാവങ്ങൾ ഇടങ്ങറാക്കണ്? അതിന്റെ ആവശ്യമില്ല. പൊന്നാര കുമ്മനമ്പായി, നിങ്ങളോട് ഞാൻ ഒരു സത്യാവസ്ഥ ഇങ്ങോട്ട് ഞാൻ പറയാം. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ മതി. കാരണം നിങ്ങൾ പശുവിനെ അല്ലെങ്കിൽ വേറെ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അമ്മയായിട്ടോ പെങ്ങളായിട്ടോ ആരായിട്ടും നിങ്ങൾ കണ്ടോളി, ഒരു പ്രശ്നവുമില്ല. കാരണം അത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. നമുക്ക് അതിനോട് ഒരു വിരോധവും ഇല്ല, നമ്മൾ എതിർക്കാനും വരുന്നില്ല. നമ്മളെ പാട്ടിന് വിടാം. ഞങ്ങൾക്ക് പിന്നെ വെള്ളിയാഴ്ച ആയാൽ പോത്തർച്ചി വേണം. പോത്തർച്ചി കൂട്ടില്ലെങ്കിൽ ഞങ്ങൾ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താണ്. അതാരും നിങ്ങൾക്ക് അപ്പൊ അത് പോട്ടെ, അത് ഞങ്ങൾ തിന്നും, അത് ഞങ്ങൾ എന്താ ചെയ്തോളാം. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളെ കേരളത്തില് മാത്രം എടുത്താൽ മതി, ബാക്കിയൊന്നും ഒക്കെ പോട്ടെ. വൃദ്ധസദനങ്ങളുണ്ട്. ആരും നിങ്ങൾക്ക് വൃദ്ധസദനങ്ങൾ? ആ വൃദ്ധസദനങ്ങളിൽ നിങ്ങൾ പോവുക. നിങ്ങൾ പോയിട്ട് നോക്കുക. അവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ മലപ്പുറം ജില്ലയിലുണ്ട്, അവിടെ വന്ന് നോക്കിക്കോട്ടെ. അവിടെ ഉള്ള നിങ്ങളെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഒരുപാട് അമ്മമാരുണ്ട്. നിങ്ങളെ പോറ്റി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തി വലുതാക്കിയ നിങ്ങളെ ഒരുപാട് അച്ഛന്മാരുണ്ട്. നിങ്ങൾ അവിടെ പോയി സന്ദർശിക്കുക. എന്നിട്ട് നോക്കുക. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാല് 90% വരുന്ന, ഞാൻ ഉറപ്പ് പറയുന്നു, 90% വരുന്ന അവിടുത്തെ അന്തേവാസികളും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകളാണുള്ളത്. നിങ്ങൾ പോയിട്ട് നോക്കുക. നിങ്ങൾ ഈ പശുവിന്റെയും ആ കാളന്റെയും ഈ പോത്തിന്റെ ഒക്കെ പിന്നാലെ പുറകിൽ ഓടുന്നതിന്റെ ഒരു 1/4 ഭാഗം ഈ സ്വന്തം അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഓടുകയാണെങ്കിൽ നമ്മളെ കേരളത്തിലെ, ഞാൻ ഉറപ്പ് പറയുന്നു, കേരളത്തിലുള്ള 90% വൃദ്ധസദനങ്ങളും അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. ആദ്യം പെറ്റ അമ്മയും പോറ്റിയ അച്ഛനെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ നോക്കി. അതിനുശേഷം പിന്നെ മൃഗങ്ങളെ പിന്നാലെ പാഞ്ഞോളി. നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങൾ ചെയ്തോ. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല നിങ്ങൾ ചെയ്യണീന്. മനസ്സിലായ? അപ്പൊ അതിനൊരു വിരോധമില്ല. നിങ്ങൾ ചെയ്തോ. നിങ്ങളെ വിശ്വാസമാണ്.
നമ്മളെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ, നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചോട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് അതാണ്. നിങ്ങൾ ആദ്യം വൃദ്ധസദനം പോലീസ് അവിടെ നിന്ന് പോയിട്ട് നോക്കി. അവിടെ പാവപ്പെട്ട അമ്മമാരും പിന്നെ അച്ഛന്മാരും 90% സത്യം ഞാൻ പറഞ്ഞത് അത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഹിന്ദുമത വിശ്വാസികളാണ്. അവിടെ പോയി നിങ്ങൾ അവരൊന്ന് രക്ഷിക്കാൻ നോക്കി ആദ്യം അങ്ങനെങ്കിലും. എന്നിട്ട് മതി. നിങ്ങൾ ഇപ്പൊ ഈ പശുവിന്റെ ഒപ്പം പാഞ്ചോളി കുഴപ്പമില്ല, അതിന്റെ ഒപ്പം പായന ഒരു 4 ഭാഗം അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പായി എന്ന വൃദ്ധസദനങ്ങൾ അടച്ചു കൂട്ടേണ്ടതായിട്ട് വരും. കാരണം സുഖമാണ്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല കാര്യം. ഞാൻ ഈ പറഞ്ഞതിന്റെ പേരില് നിങ്ങൾ എന്നെ തല്ലാനും കൊല്ലാനും പറയും. ഞാൻ നല്ലൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്നെ തല്ലാനും കൊല്ലാനും പൂതിയുണ്ടെന്നുണ്ടെങ്കിൽ പുറകെ നടിച്ച് നിങ്ങൾക്ക് ശീലമുള്ളത്. എന്റെ പുറകെ അടിച്ച് അത് തടുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. സത്യം പറയാല. നിങ്ങൾ മുമ്പ് കൂടി പോയി. നിങ്ങൾ വരുമ്പോ ഒരു സംഘമായിട്ടുള്ള വരിക. അപ്പൊ അത് സംഘമായിട്ട് വന്നിട്ട് നിങ്ങളെ തച്ചോളി കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ 10 അല്ലെങ്കിൽ ഒരു തല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു തല്ലാൻ പറ്റുമോ നോക്കാലോ. അപ്പോ ആൾക്കാരുടെ അടിയിൽ എനിക്കൊരു മാനുണ്ട്. കാരണം അവൻ പൊരുതി തോറ്റു അല്ലെങ്കിൽ പൊരുതി മരിച്ചു എന്നൊക്കെ പറയാം. നിങ്ങൾ പുറകെ തല്ലി കൊന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും അവനെ സംഘികൾ തല്ലിക്കൊന്ന് എന്ന് പറയും. എനിക്കൊരു നാണക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരാൻ മുമ്പ് കൂടി ഒന്നൊരു തച്ചിങ്ങൾ കൊന്നോളിയും കുഴപ്പമൊന്നുമില്ല. ഞാൻ തിരിച്ച് നിങ്ങളും തല്ല പട്ടിണി അവര് ഞാനും തച്ചോളാം. അപ്പോ ഒന്നെങ്കിലും കൊടുക്കാലോ. എന്നിട്ട് മരിച്ചാലും കുഴപ്പമില്ല. എനിക്കിനോട് പറയാനുള്ളത് ഞാൻ നല്ലൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെ തല്ലാൻ കൊല്ലാനും വരണ്ട. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അപേക്ഷയാണ്. മനസ്സിലായില്ല? നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ എന്നെ തല്ലാൻ വന്നോളി, എനിക്ക് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ അത്ര ഒന്നുമില്ലെങ്കിലും നമ്മളും വലിയ മോശമൊന്നുമില്ല. അപ്പൊ അത് വിടിയും. ഓക്കെ, സഖാവിടാ.